നമുക്ക് മാസ് മോട്ടോഴ്സ് നമ്മൾ ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി നമ്മൾ ജനറൽ സർവീസ് ആയിട്ട് വർക്കിന് ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് 1-2 വർക്കുകൾ അഡീഷണൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫ്രണ്ട് ഹാൻഡിൽ ഒരു വെട്ടൽ കാണിക്കുന്നുണ്ട്, പിന്നെ ഫ്രണ്ട് ഫോർക്കിൻഡേഴ്സ് ചെക്കപ്പ് പറയുന്നുണ്ട്, ബാക്ക് ബ്രേക്ക് സൗണ്ട്, വീൽ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുക, സ്പീഡോമീറ്റർ ചെക്കപ്പ്, വാട്ടർ സർവീസ്, അതേപോലെ സാരി കാർഡ് വെൽഡിങ്, മൈലേജ് ട്യൂണിങ്, ബ്രേക്ക് സൗണ്ട്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി അഴിച്ച് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ നമുക്ക് കിടക്കുന്നത് ഒറിജിനൽ ലൈനറൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ സൗണ്ടിൻ്റെ മെയിനായിട്ട് പ്രോബ്ലം കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും ഇത് ലൈനർ പറയുമ്പോൾ പൊടി അതിൻ്റെ ഉള്ളിൽ കൂടുതലായിട്ട് വരുന്നുണ്ട്. അതാണ് ആ കംപ്ലയിൻറ്റിൻ്റെ കാരണം. അപ്പോൾ ബ്രേക്ക് ലൈനർ മാറ്റി ബ്രേക്ക് നമുക്ക് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബാക്ക് ടയറിന് കണ്ടീഷനൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബാക്ക് വീലിൻ്റെ ബെയറിംഗ് ചെക്ക് ചെയ്ത് കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റ് നമുക്ക് മാറ്റി ഇടണം കേട്ടോ, അത് ഓൾറെഡി പൊട്ടി കിടക്കാം. ചെയിൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, ഈ ഒരു സർവീസ് കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിടാം. പിന്നെ ഈ സ്പോക്കറ്റിൻ്റെ ഈ സൈഡിൽ ഒരു ഓയിൽ ലീക്ക് കാണിക്കുന്നുണ്ട്, സ്പോക്കറ്റ് റൂൾസിൽ പോയിട്ടുണ്ട്, പ്ലഗ് റബ്ബർ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ രണ്ട് നമുക്ക് മാറ്റിയിട്ട് റീസെറ്റ് ആക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ മാറ്റേണ്ട ഒരു ടൈമാണ്, അത്യാവശ്യം പൊടി ഒരു ബ്ലോക്ക് ആയിട്ടുണ്ട്. മൈലേജ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർബറേറ്ററും കൂടി അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് വരുന്നില്ല, നമ്മൾ അഡീഷണൽ ചെയ്യേണ്ട വർക്കാണ്. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റഡ് അതും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഹാൻഡിലിൻ്റെ പ്രോബ്ലം കാണിക്കുന്നത് മെയിനായിട്ട് നമുക്ക് കോൺസെപ്റ്റിൻ്റെ കംപ്ലയിൻ്റ്, കോൺസെപ്റ്റ് ടൈറ്റ് ആയിട്ട് കാണിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഹാൻഡിൽ അടി കാണിക്കുന്നുണ്ട്. ഹാൻഡിൽ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ബലനുഭവപ്പെടുന്ന വെട്ടനായിട്ട് തോന്നുന്നത് അതിൻ്റെയാണ് കേട്ടോ. ഫോർക്കിൻ്റെ ഓയിൽസീലൊക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് നിലവിൽ ലീക്കേജ് ഇല്ല. നമ്മളത് അഴിച്ച് കഴിഞ്ഞാൽ ഓയിൽസീലും ഓയിലും മാറ്റി റീസെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫോർക്കിൻ്റെ കേസ് വേണ്ടി നമുക്ക് തൽക്കാലം ഒഴിവാക്കി വിടാം. പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ 2 കേബിളുകൾ ലോഡായി നിൽക്കുകയാണ്. ഈ ഒരു കേബിൾ ഫുൾ ലോഡായിട്ടുണ്ട്, ഈ കേബിളും ഇവിടെ ഔട്ടർ പൊട്ടി ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ പറയാൻ വിട്ടുപോയൊരു കേസ് ബാക്കിലത്തെ ബാക്കിലത്തെ ഷോക്ക് അബ്സർ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. ചെറിയൊരു കട്ടറി ചാടിയപ്പോഴും നല്ല തെറിപ്പാണ് കാണിക്കുക. അതിൻ്റെ ഈ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഷോക്ക് ലീക്കായിട്ട് ഓയിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അഴിച്ച് മാറ്റി പുതിയതിടാനാണ് പറ്റുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. 2025 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത്. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12.87 റേഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ 9.20. നിലവിൽ ബാറ്ററി പുതിയതാണ്, വാറണ്ടി പീരീഡിലുള്ളതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതിന് വേറെ വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ടെർമിനലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് സ്പാർക്ക് പ്ലഗ് നമുക്ക് മാറ്റി പുതിയതിടണം. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ തന്നെ പ്ലഗും കൂടി മാറ്റി ഇടേണ്ടതൊക്കെ അത്യാവശ്യമാണ്. മൈലേജുമായി ബന്ധപ്പെട്ട് നമുക്ക് പുറമേ നിന്ന് ചെയ്യാവുന്ന പരമാവധി വർക്കുകളാണ് എയർ ഫിൽറ്റർ മാറ്റാം. കാർബറേറ്റർ എയർ ഫിൽറ്റർ പൊടി കയറി ബ്ലോക്കാണ്, കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യുക, സ്ലോജറ്റ് മാറ്റാം, കറക്റ്റ് ട്യൂണിലേക്ക് നിർത്താം. അതേപോലെ ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കാം. അതൊക്കെയാണ് നമുക്ക് പുറമേ നിന്ന് ചെയ്യാൻ പറ്റുന്നത്. അതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. കൂടുതലായിട്ട് എന്തെങ്കിലും മൈലേജ് തീരെ ഷോർട്ടാണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. എഞ്ചിൻ കംപ്രഷൻ, ഹെഡിനകത്ത് കരിയുടെ പ്രോബ്ലം, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ഒരു വർക്കുകളാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി. മൈലേജ് തീരെ കുറവാണെങ്കിൽ മാത്രം നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് വീഡിയോ സഹിതം സെൻഡ് ചെയ്ത് തരാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ ബാക്ക് ബ്രേക്ക് ഷൂ, വീൽ റബ്ബർ, അതേപോലെ ബാക്കിലത്തെ ഷോക്ക് അബ്സർ, എഞ്ചിൻ ഓയിൽ, കാർബറേറ്റർ ക്ലീനിങ്, എയർ ഫിൽറ്റർ, പ്ലഗ്, ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ആണ്. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി. റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ പരമാവധി കാണുമ്പോൾ തന്നെ വീഡിയോ ഒന്ന് റിപ്ലൈ ചെയ്താക്കാനായിട്ട് ശ്രദ്ധിക്കുക.